ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു നൈനോസ് ഡ്രീമി ക്രിയേഷൻസ്. ഇന്ന് ഞാനൊരു ബ്രൈഡ്സൊക്കെ ഉപയോഗിക്കുന്ന നമ്മുടെ ടിയാര ഉണ്ടല്ലോ, അതുണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഈ ബ്രൈഡ്സൊക്കെ ഉപയോഗിക്കുന്ന ഈ ഒരു ടിയാര നമുക്ക് വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ വീട്ടിൽ ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ അതിന് മുൻപായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതിന് ആവശ്യമായിട്ടുള്ളത് കുറച്ച് ഫോം ഫ്ലവേഴ്സാണ്. അതേപോലെ ഈ ഗോൾഡൻ നിറത്തിലുള്ള പിപ്സ് ആണ് കേട്ടോ. ഈ പിപ്സ് നമുക്ക് പല കളറിലും അവൈലബിൾ ആണ്. ഇതൊരു സിൽവറാണ്. അതേപോലെ ഇനി നമുക്ക് റെഡ്, യെല്ലോ, ഗ്രീന്, അങ്ങനെ സ്കൈ ബ്ലൂ കളറ്, റോസ്, പിങ്ക്, അങ്ങനെ ഏത് കളറിൽ വേണമെങ്കിലും നമുക്ക് ഈ പിപ്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ടിയാര ഉണ്ടാക്കാനായിട്ട് ഈ ഗോൾഡൻ കളറും അതേപോലെ തന്നെ നമ്മുടെ യെല്ലോ ഫ്ലവറുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പല കളറിലുള്ള പിപ്സുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. ഒരു ബഞ്ചിന് വരുന്നത് 35 റുപ്പീസാണ്. അപ്പോൾ ഇതിന് റേറ്റ് ചിലപ്പോൾ കമ്മിയായിട്ടും കിട്ടാം, അല്ലെങ്കിൽ റേറ്റ് കൂടുതലായിട്ടും കിട്ടാം കേട്ടോ. അപ്പോൾ എനിക്ക് കിട്ടിയത് 35 റുപ്പീസിനാണേ. അപ്പോൾ നമ്മളിങ്ങനെ വേടിക്കുന്ന ഫ്ലവേഴ്സിന് ഒരു കുഴപ്പമുണ്ട്. ഈ ഒരു നമ്മുടെ ആ ഒരു കമ്പിയൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ഊരിപ്പോരും കേട്ടോ. കണ്ടില്ലേ, ഇതിലിപ്പോൾ എൻ്റെ ഒരെണ്ണം ഊരി പോന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചറിയോ, ഇത് നമ്മളിപ്പോൾ പുറത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർ കുറച്ച് ഉപയോഗിക്കുമ്പോഴേക്കും ഇത് നാശമായി പോകും. അപ്പോൾ അത് നാശമായി പോകാൻ പാടില്ല. കാരണം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അത്ര നല്ല വിശ്വാസത്തോട് കൂടിയിട്ടല്ലേ അവരത് മേടിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ, ഇതുപോലൊരു കമ്പി എടുക്കുക, എന്നിട്ട് അതിനെ ഒന്ന് സെൻറ്റർ ഭാഗം ഒന്ന് വളച്ചു കൊടുക്കുക. അതിലോട്ട് നമ്മൾക്ക് നമ്മുടെ ഈ ഷുഗർ ബീഡ്സ് ഉണ്ടല്ലോ, ഒരു ഏകദേശം കുറച്ച് വലിപ്പമുള്ള ഒരു സൈസിലുള്ള ആ ഒരു ഗോൾഡൻ ബീഡ്സ്, അല്ലെങ്കിൽ ഷുഗർ ബീഡ്സ്, അത് ഇതുപോലെ ഒന്നാക്കിയിട്ട് നമ്മുടെ പ്ലെയർ ഉപയോഗിച്ചിട്ട് പ്രസ് ചെയ്യുക കേട്ടോ. അപ്പോൾ പ്രസ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ, എൻ്റെ ഷുഗർ ബീഡ് പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് പൊട്ടാത്ത രീതിയിൽ നല്ലതുപോലെ ഒന്ന് മടക്കിയിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് എന്ത് വേണമെങ്കിലും ചെയ്യുക കേട്ടോ. അതിനുശേഷം നമുക്ക് നമ്മളുടെ ആ ഒരു ഫ്ലവർ ഉണ്ടല്ലോ, ഫ്ലവറിൻ്റെ ഉള്ളിലോട്ട് ഇതുപോലെ ഞാനൊന്ന് ഇറക്കി കൊടുക്കുകയാണ്. പതുക്കെ വേണം നമ്മളത് ചെയ്തെടുക്കാനായിട്ട്. ഭയങ്കര പെട്ടെന്ന് സ്പീഡിൽ വലിച്ചെടുക്കുകയാണെങ്കിൽ അതോടെ അടിയിൽ പോരും കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്തതിനൊരു പ്രയോജനം ഇല്ലാതായി പോവും. അപ്പോൾ പതുക്കെ വേണം അത് വലിച്ചെടുക്കാനായിട്ട്. ഇപ്പം ഇതുപോലെ നമുക്ക് കറക്റ്റ് ആ ഒരു ഇതിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്കിനി ബാക്കിയുള്ള എല്ലാ ഫ്ലവേഴ്സും ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കൊന്ന് എങ്ങനെയാണ് ഞാൻ ആ ടിയാര ഉണ്ടാക്കിയെടുത്തതെന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഈ ഫ്ലവേഴ്സൊക്കെ ഒന്ന് ചെയ്തെടുത്തിട്ട് കണ്ടു നോക്കാം. ഇപ്പം ഞാനിതാ ഈ ഫ്ലവേഴ്സൊക്കെ ഈ കമ്പി ഉപയോഗിച്ചിട്ട് എല്ലാത്തിൻ്റെയും ഉള്ളിൽ കൂടെ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഈ നമ്മൾ ഈ ഇതുണ്ടല്ലോ, നമ്മുടെ പിപ്സ്, അതും ഫ്ലവറും കൂടി വെക്കാനായിട്ട് ഇതുപോലെ നമ്മുടെ ഹെയറിൽ എത്രത്തോളം ലെങ്ത്ത് വേണം, നമ്മളിത് എവിടെയാണ് വെക്കുന്നത് അതിനനുസരിച്ചുള്ള ഒരു ലെങ്ത്ത് നമ്മൾ ആദ്യം ഒന്ന് കണ്ടെത്തുക കേട്ടോ. അപ്പോൾ നമ്മൾ ചെറിയ പിള്ളേർക്കാണെങ്കിൽ ചെറിയ ലെങ്ത്ത് മതി. ഇപ്പോൾ വലിയവർക്കാണെങ്കിൽ കുറച്ചുകൂടി വലിയതായിട്ടുള്ള അതേപോലെ ഏകദേശം ഒരു 15 സെൻറ്റിമീറ്ററോളം എന്തായാലും വേണം. അപ്പോൾ അങ്ങനെ എടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗം ഞാനിതാ ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ആ ഒരു റൗണ്ട് ആ പേനയുടെ ഉള്ളിലോട്ട് എന്തെങ്കിലും റൗണ്ട് ഷേപ്പിലുള്ള എന്ത് സാധനം ആയിക്കോട്ടെ, പേനയോ പെൻസിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമുക്ക് ഇതുപോലെ അതിൻ്റെ ഉള്ളിലോട്ട് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് എടുക്കാം കേട്ടോ. നല്ലതുപോലെ ട്വിസ്റ്റ് ചെയ്തെടുക്കുക. അപ്പം നമുക്ക് അവിടെ ഒരു ഒരു ലൂപ്പ് കിട്ടും. അപ്പോൾ അതിലായിരിക്കണം നമ്മൾ ഒന്നില്ലെങ്കിൽ നമ്മളുടെ ചരടോ അല്ലെങ്കിൽ നമ്മൾ സ്ലൈഡോ എന്താണോ നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത് അത് അവിടെ ആയിരിക്കണം കുത്തി കൊടുക്കേണ്ടത്. ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇനി ബാക്കി വരുന്ന ലെങ്ത്ത് ഉള്ളതൊക്കെ നമ്മൾ ഇതേപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ട്വിസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുത്തിട്ടേ ഉള്ളൂ. കാരണം അത് കാണാനൊന്നും പോകണില്ല കേട്ടോ. കാരണം അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ നമ്മൾ ഈ ചുറ്റിയെടുക്കും. അപ്പോൾ ആദ്യം ഞാൻ നമ്മുടെ പിപ്സ് ഉണ്ടല്ലോ, അത് ഇതേപോലെ നല്ല ഒരു ഫസ്റ്റ് ഒരെണ്ണം വെച്ച് കൊടുത്തു. എന്നിട്ട് അതിനെ ആ ഒരു കമ്പി നമ്മൾ വെച്ച് കൊടുത്ത കമ്പിയുടെ ഉള്ളിൽ കൂടെ ഇതുപോലെയൊക്കെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. നല്ലതുപോലെ ട്വിസ്റ്റ് ചെയ്തെടുക്കണം.
അതിനുശേഷം ഇപ്പുറത്തെ സൈഡിലും അതേപോലെ തന്നെ ആ ഒരു പിപ്സ് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക ക്രോസ് ആയിട്ട്. എന്നിട്ട് വീണ്ടും അതിന് ഓപ്പോസിറ്റ് സൈഡിലായിരിക്കണം ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ ആ യെല്ലോ കളറിൽ ഫ്ലവർ ഉണ്ടല്ലോ, അത് ഫോം ഷീറ്റിലുള്ള ഫ്ലവറാണ്, അതുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതൊക്കെ നമുക്ക് ഈ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിന് എത്രയാണ് വന്നിരിക്കുന്നത്, 30 റുപ്പീസാണ് കേട്ടോ. ആ ഒരു എത്രയോ 10 ഒക്കെ, ഒരു 10 ഫ്ലവേഴ്സൊക്കെ ഉണ്ടാവും അത്ര. എന്നിട്ട് ഞാൻ അതിനെ നടുവൊന്ന് നിവർത്തിയിട്ട് ഇതുപോലെ ഓപ്പോസിറ്റായിട്ട് ഒന്ന് മടക്കിയിട്ട് ചുറ്റി കൊടുക്കുകയാണ് കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ അടുപ്പിച്ചിട്ട് വേണേ ചുറ്റി കൊടുക്കാനായിട്ട്. കാരണം ലെങ്ത്തിൽ ചുറ്റിയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മളുള്ള ഭാഗം എവിടെയാണോ നിൽക്കുന്നത് അവിടെ തന്നെ ഇതിനൊന്ന് നല്ല വൃത്തിയിൽ ചുറ്റിയെടുക്കുക. പിന്നെ ഈ കമ്പികളൊക്കെ അവിടെ ഇവിടെ പൊന്തി നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പ്ലെയർ വെച്ചിട്ട് ഒന്ന് ഇതാക്കി എടുക്കണം കേട്ടോ, മടക്കി കൊടുക്കണേ. അല്ലെങ്കിൽ നമ്മുടെ തലയിലും മുടിയിലൊക്കെ പിടിച്ചു വലിക്കും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടാണ്. ഇപ്പോൾ ഒരു കമ്പി ഞാനിവിടെ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾക്കത് എവിടെയും കുത്തൊന്നും ചെയ്യില്ല. അപ്പോൾ അത് നിങ്ങൾ ഇതിനോടൊപ്പം തന്നെ അതും ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇനി ഈ യെല്ലോ ഫ്ലവർ വെച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും ആ ഗോൾഡൻ പിപ്സ് ഇതുപോലെ വീണ്ടും ചുറ്റിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടാക്കാനായിട്ട് യാതൊരു പണിയില്ല, ഏത് ആൾക്കാർക്ക് വേണമെങ്കിലും ഇത് ചെയ്തെടുക്കാവുന്നതാണ്. ഈ സാധനങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ടായാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല രീതിയിലൊന്ന് ഇതിനെ ചുറ്റിയെടുക്കുക. അതിനുശേഷം വീണ്ടും നമ്മുടെ യെല്ലോ ഫോം ഷീറ്റ് ഉള്ള ഫ്ലവർ വയ്ക്കുക, വീണ്ടും ഗോൾഡൻ പിപ്സ് വെച്ച് കൊടുക്കുക. അങ്ങനെ ഇതുപോലെ നമുക്ക് നമ്മുടെ എത്രത്തോളം ലെങ്ത് ഉണ്ടോ അതിനനുസരിച്ചിട്ട് നമുക്ക് ഈ ഒരു ഇത് വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിയാരല്ലേ ഇത്. ഇതാവുമ്പോൾ നമുക്ക് ഇപ്പോൾ മുല്ലപ്പൂവിനൊക്കെ റേറ്റ് കൂടുതലാവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഫ്ലവർ വെച്ച് കഴിഞ്ഞാൽ തന്നെ അടിപൊളിയായിട്ട് ഉണ്ടാവും കേട്ടോ. ഇതിപ്പോൾ ബ്രൈഡ്സിന് മാത്രമല്ല, നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോവുകയാണെങ്കിൽ ഈ ഒരു ഫ്ലവേഴ്സ് വെക്കാവുന്നതാണ്. ഇനി ഇതിനനുസരിച്ചുള്ള അതേപോലെ തന്നെ ഈ ഫോം ഫ്ലവേഴ്സ് നമുക്ക് പല കളറിലും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ഡ്രസ്സിനനുസരിച്ച് നമുക്ക് ഏത് കളേഴ്സ് വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇത്ര ലെങ്ത് ഇല്ലെങ്കിലും കുറച്ച് ലെങ്ത്തിലായിട്ട് വെച്ചാലും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അത് നമ്മുടെ ഈ അലിഗേറ്റർ ക്ലിപ്പിലോ എവിടെയെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ മറ്റേ എന്താ പറയുക ഹെയർ ബാൻഡിൽ നൈലോൺ ബാൻഡ് ഉണ്ടാവുമല്ലോ അതിലോ, അതേപോലെ അല്ലെങ്കിൽ ടിക് ടാക്കിലോ, അങ്ങനെ ഏതിൽ വേണമെങ്കിലും നമുക്കിത് ഒന്ന് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഓരോരുത്തരുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് നമുക്ക് ഓരോ ഡിസൈൻസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഇനി ഇത് മൊത്തം നമ്മൾ എത്രത്തോളം ലെങ്ത്ത് വേണമെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് നമുക്ക് ഇതൊന്ന് ചുറ്റിയെടുത്തിട്ട് കണ്ടു നോക്കാം കേട്ടോ ബാക്കി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ നിങ്ങളിത് ചുറ്റിയെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കമ്പി എവിടെയെങ്കിലും പൊന്തി നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ ഒന്ന് മറ്റേ പ്ലെയർ വെച്ചിട്ടൊന്ന് വളച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല നീറ്റായിട്ട് നമുക്കത് കിട്ടും. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ വെച്ചിട്ട് കണ്ടു നോക്കാം. അങ്ങനെ നമ്മുടെ ഹെയർ ബ്രൂച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് നമുക്ക് ആ ഒരു സംഭവം കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മുടെ തലയിൽ ഇങ്ങനെ വരുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇനി ബാക്കി നമ്മുടെ കുറച്ച് ബാലൻസ് കമ്പി കൂടി ഉണ്ടാവുമല്ലോ, ആ കമ്പീനെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. നല്ലതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ആ ഉപയോഗിച്ച പേന നമ്മൾ ഏതാണോ ആദ്യം എടുത്തത് അതേ സാധനം തന്നെ വീണ്ടും എടുക്കുക കേട്ടോ. എന്നിട്ട് അതിനെ ഒന്ന് അടിയിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം ഈ കമ്പീനെ ഒന്ന് ജസ്റ്റ് ഒന്ന് വളച്ചു കൊടുത്തിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ, വേറെ ഒരു പണി നമുക്ക് ഇതിനില്ല. കുറച്ച് സമയം കൊണ്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇതിപ്പോൾ കടയിൽ നിന്നൊക്കെ പോയി മേടിക്കുകയാണെങ്കിൽ 10, 200, 300 രൂപയൊക്കെ നമ്മൾ ചിലപ്പോൾ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് ചിലവ് ചുരുങ്ങിയ രീതിയിൽ നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്തെടുത്തൂടെ. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കാൻ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങളുടെ ഇതേപോലെ കുറച്ച് സാധനങ്ങൾ മതിയല്ലോ. അപ്പോൾ ചിലവാണെങ്കിൽ ചെറിയൊരു ഒരു 100 രൂപയുടെ ഉള്ളിൽ നിങ്ങൾക്ക് ഈ സാധനങ്ങൾക്കുള്ള ചിലവ് വരുള്ളൂ. ഇപ്പോൾ ഇവിടെ ഞാൻ ഒരു ഫോം ഷീറ്റിലുള്ള ഒരു ബഞ്ച് കേട്ടോ, ആ ഫ്ലവേഴ്സ് എടുത്തിട്ടുണ്ട്. അതേപോലെ പിപ്സും അതേ 2 സെറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് 70 രൂപയാണ് പിപ്സിന് വന്നിട്ടുള്ളത്. പിന്നെ മറ്റേ ഫോം ഫ്ലവേഴ്സിന് 30 രൂപയും. അപ്പോൾ ഏകദേശം ഒരു 100 രൂപയുടെ ഉള്ളിൽ സംഭവം റെഡി ആയിട്ടില്ലേ.
അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു. നിങ്ങളും ഇതുപോലെ പല കളറിലോ ഇനിയിപ്പോൾ ഡിഫറെൻറ്റ് കളറിലായിട്ട് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഒരു യെല്ലോ വെച്ച് കഴിഞ്ഞാൽ ഒരു റെഡ് വെക്കാം, അല്ലെങ്കിൽ ഒരു ബ്ലൂ വെക്കാം. അങ്ങനെയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കളേഴ്സ് മാറ്റി മാറ്റി കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. കമൻറ്റുകളൊക്കെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.